ആനന്ദഭദ്രം ചിത്രപ്രദർശനത്തിന്റെ മൂന്നാം പതിപ്പ് ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമാ സംവിധായകൻ ബാലു കിരിയത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു. പ്രായഭേദമന്യേ 7 മുതൽ 70 വയസ്സ് വരെയുള്ളവരുടെ ചിത്രപ്രദർശനമാണ് ഒരുങ്ങുന്നത്. ഈ മാസം 30 വരെയാണ് ചിത്രപ്രദർശനം ഉണ്ടാവുക. ചിത്രങ്ങൾ, 7 കലാകാരന്മാർ, പകുതിയിലധികം പേരും ശാസ്ത്രീയമായി ചിത്രകല അഭ്യസിക്കാത്തവർ. പക്ഷേ ഈ കാണുന്ന വരകളിലെല്ലാം നിറയെ കഥകളുണ്ട്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും അടങ്ങിയ വലിയ കഥ. സ്രഷ്ടാവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു കഥയും, കാണുന്നവന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മറ്റൊരു കഥയും, ഇരുകൂട്ടരും ഒന്നിക്കുമ്പോൾ മൂന്നാമതൊരു കഥയുമായി മാറുന്ന ചിത്രകലയുടെ അപൂർവ സംഗമം. ആനന്ദഭദ്രം ചിത്രപ്രദർശനത്തിന്റെ മൂന്നാമത് പതിപ്പാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയത്ത് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ അഴകപ്പൻ മുഖ്യാതിഥിയായി. സാഹിത്യത്തിനും അക്ഷരത്തിനും ഭാഷയ്ക്കുമെല്ലാം മുൻപേ ഉണ്ടായതാണ് ചിത്രകലയെന്ന് ഉദ്ഘാടനം ചെയ്യവേ ബാലു കിരിയത്ത് പറഞ്ഞു. മലയാള ഭാഷയുടെ ലിപികൾ ഒരു ചിത്രകാരനുണ്ടെങ്കിലേ അത് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം ചിത്രകാരനുണ്ടായി, പിന്നീട് ഭാഷയുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ്. അപ്പോൾ അത്രയും മഹനീയമാണ് ചിത്രകല. സ്വന്തം കൊച്ചുമോളോടൊപ്പം ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പരിപാടിയുടെ സംഘാടകൻ കൂടിയായ SR ഭദ്രൻ. ക്യാമറയ്ക്ക് മുൻപിൽ സംസാരിക്കാൻ മടിച്ചെങ്കിലും കുഞ്ഞുമേധ ക്യാൻവാസിൽ വരയ്ക്കുന്നത് വലിയ വരകളാണ്. ഞാൻ ഈ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അടുത്ത് വന്നിട്ട് ബ്രഷ് എടുക്കും, കളറെടുക്കും, വരയ്ക്കും. അപ്പോൾ ഞാനത് സമ്മതിച്ചു കൊടുത്തു. കാര്യം വരയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ കൊച്ചുമോളോട് ഇതൊരു എക്സിബിഷൻ നടത്താമെന്ന് വെച്ചാൽ എനിക്കത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്ര സന്തോഷമാണ്. ചിത്രങ്ങളെ സ്നേഹിക്കുന്ന, ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന നിരവധി പേരാൽ സമ്പന്നമായിരുന്നു വേദി. ആനന്ദഭദ്രത്തിന്റെ വരും പതിപ്പുകൾ ഇനിയും ഉണ്ടാകുമെന്ന് സംഘാടകർ ഉറപ്പു നൽകി. അതോടൊപ്പം പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ എണ്ണവും കൂടും. 30-ാം തീയതി വരെയാണ് വിവിധ കലാകാരന്മാർ ഒരുക്കിയ ചിത്രപ്രദർശനം കാണാൻ കലാപ്രേമികൾക്ക് അവസരമുണ്ടാവുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.